അപ്പോൾ ഹലോ ഗെയ്സ്, ഇറ്റ്സ് മീ AK ലെജൻഡ് ഗെയ്സ്. കഴിഞ്ഞ എപ്പിസോഡിൽ ഇട്ടിട്ട് ഇപ്പോൾ 2 ദിവസമായി. ഇന്ന് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഫുള്ളും ഗ്രൈൻഡ് ചെയ്യുന്നു, കുറേ മരം എക്സ്പ്ലോറിങ് ഒക്കെ ചെയ്തിട്ട് കുറേ മരം എടുത്തിട്ടുണ്ട്. എന്നിട്ട് അവിടെ ഒരു ട്രീ ഫാം ഉണ്ടാക്കി. പിന്നെ അവിടെ ലാഡർ വെച്ചിട്ട് ഞാൻ ഒരു പ്രാവശ്യം അവിടെ നിന്ന് വെട്ടിയിട്ടുള്ളൂ. പിന്നെ ഇവിടെ ഒരു ഷീപ്പ് ഫാം ഉണ്ടാക്കണം. ഇനി അതിനായിട്ടാണ് ഞാൻ അന്ന് വന്നത്. നമുക്ക് ഏതെങ്കിലും ഒരു വീട്ടിൽ പോയി കിടന്നുറങ്ങിയിട്ട് ഇവരൊക്കെ പിടിക്കാം. എന്നിട്ട് ഇവർക്കിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫുഡും കൂടി ഇല്ല മര്യാദക്ക്. അയ്യോ, ഇവിടെ ബെഡും ഇല്ല. നമുക്ക് എവിടേക്കെങ്കിലും ഒന്ന് പോയിട്ട് കിടന്നുറങ്ങിയാൽ മതി. അപ്പോൾ നമ്മൾ നേരത്തെ അവിടെ ഒന്നും ബെഡൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു വീട്ടിൽ വന്ന് കിടന്നുറങ്ങി. അപ്പം ഇനി കുറച്ച് ഷീപ്പിനെ ആരെങ്കിലും എടുക്കണം. ഇനി ഒരു 2 ഷീപ്പിനെ അല്ലെങ്കിൽ നമുക്കൊരു 4 ഷീപ്പിനെ കൊടുന്നിട്ട് കാണാം. പോലത്തെ കുറേ എണ്ണം എൻ്റെ വീട്ടിൽ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ അയ്യോ കടന്നില്ലമ്മേ പൊട്ടത്തെ സൈന ഞാൻ അങ്ങോട്ടൊന്ന് അടിച്ചത്. അത് കുഴപ്പമില്ല, നമുക്ക് ഇതിനൊന്നും അടിച്ചാൽ കൊല്ലാം. ഓക്കെ സൈത്തത്തുള്ളൂ. ഓക്കെ നമുക്ക് എക്സ്പീരിയൻസ് നോക്കാം. ഇനി അവരൊക്കെ ഒന്ന് ഞാൻ വിളിച്ചിട്ട് തരാം, അവരൊന്ന് പിടിക്കും. പിന്നെ നമ്മൾ ടൂൾസും കാര്യങ്ങളും പിന്നെ ആർമറും കാര്യങ്ങളും ഫുള്ള് എന്ന് എൻജോയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സ്കിന്നും നിങ്ങൾ ശ്രദ്ധിച്ചറിയില്ല. ഇത്ര നാൾ നമ്മൾ അലക്സ് ആയിരുന്നു, ഇപ്പം നമ്മൾ സ്റ്റീവ് ആക്കിയിട്ടുണ്ട്. എന്താ പറയുക, അലക്സ് ഇരിക്കുമ്പോൾ ഒരു പെണ്ണിനെ പോലെ ഉണ്ട്. അപ്പോൾ ഞാനൊന്ന് സ്റ്റീവ് ആക്കിയതാണ്. അപ്പോൾ ഇങ്ങോട്ട് ഇവിടെ ഞാൻ എന്തിനാ കയറുന്നത്. അപ്പോൾ കുറച്ച് ഷീപ്പിനെ പിടിക്കാൻ. അപ്പോൾ ഷീപ്പ് പിടിക്കാൻ ഒന്നാമത്തെ 2 എണ്ണം ഉണ്ട് ഇവിടെ. 2 ഒരുമിച്ച് കൊണ്ടുപോകും. എൻ്റെ 2 എണ്ണം ഉണ്ട്. പക്ഷേ ഓക്കെ, ഒന്നിനെ ഇനി വാ ഓടായ പോലെ നമുക്ക് വരട്ടി കൊണ്ടുപോകണം. ഈ ലെഡ് എനിക്ക് ട്രേഡറിൻ്റെ നിന്ന് കിട്ടിയതാണ്. ഒരു ലാമിനേറ്റ് വരുന്ന ആളില്ലേ, അയാളിൽ നിന്ന് കിട്ടിയതാണ്. ഞാനിപ്പോൾ എവിടെ ഉണ്ടാക്കിയത് മറന്നു. അവിടെയാണ് ഉണ്ടാക്കിയത്. ആടാ, അപ്പോൾ ഞാൻ അയാളെ മനഃപൂർവ്വം കൊന്നിട്ട് ഇതൊക്കെ എടുത്ത് എൻ്റെ അടുക്ക ആ ലാമേനെ കൊന്നിട്ടുണ്ടെന്ന്. അങ്ങനെ അവരിങ്ങനെ തുപ്പി കൊല്ലാൻ നോക്കാം നിർത്തിയിട്ട്. നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കയറാം. കയറി 2 ആളെ കയറിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് കിട്ടിയില്ല. 2 ആളോടെ കിട്ടിയിട്ട് അയ്യോ കിട്ടിയിട്ട് നമുക്ക് അടുത്ത ആൾക്കാരെ വിളിക്കാൻ പറ്റില്ല. അപ്പോൾ അത് നോക്കട്ടെ. അയ്യോ അത് പൂട്ടി. ഓക്കെ സമ കൈക്ക് ഓക്കെ കൈ കിട്ടി. നമ്മളങ്ങനെ പോവും. അതിനാണ് നമ്മളിവിടെ വഴി ഉണ്ടാക്കി. നമുക്ക് 2 എണ്ണം കൂടെ വിളിക്കണം. ഇനി ഇതൊക്കെ ഞാൻ അവിടുന്ന് പൊളിച്ചിട്ട് അങ്ങോട്ടാക്കിയതാണ്. ഇനി നമുക്ക് 2 ഷീപ്പിനും കൂടി പിടിക്കാം. എവിടെ കാണാൻ നമുക്ക് എന്തായാലും അവരൊക്കെ ഒന്ന് കണ്ടുപിടിക്കാം. ഫുഡ് ഉണ്ട്. അപ്പോൾ 4 എണ്ണത്തിനെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അവരൊക്കെ നമുക്ക് ഒന്ന് കേൾക്കണം. അപ്പോൾ ഇനി കുറച്ച് നേരത്തെ ഉണ്ട്. ഞാൻ ഒരു കാര്യത്തിനായിട്ട് ഇനി ഇതാക്കുകയാണ്. അത് ഇനി ഞാനൊന്ന് വീട്ടിൽ പോയിട്ട് കുറച്ച് സാധനങ്ങൾ എടുത്തിട്ട് അപ്പോൾ ഇനി വീട്ടിൽ പോയിട്ട് സാധനം എടുത്തിട്ട് അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ എന്തിനാണ് കൊടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ കാണിച്ച ഇവിടെ ഈ നെതറൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും തീ കിട്ടൂല. അപ്പോൾ നമുക്ക് ഇവിടെ തീ വെച്ചിട്ട് അതുകൊണ്ട് തുറന്നു കൊടുത്താൽ മാത്രം മതി. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ അവരത് ഇങ്ങോട്ട് കഴിയും. അല്ലെങ്കിൽ ഞാൻ എൻ്റെ സോഡറ്റ് അടിച്ച് കൊണ്ട് അങ്ങനെയൊക്കെയാണ് ഞാൻ സെറ്റപ്പ് ചെയ്തേക്കണേ. ഞാൻ ഇന്ത്യക്ക് മെൻഡിങ് ഇട്ടിട്ടില്ല. മെൻഡിങ്ങോട് ഇട്ടിട്ട് ഞാൻ എനിക്ക് സോഡിന് അടിച്ച് കൊല്ലാൻ നോക്കാം. അതുവരെ നമുക്കിത് ഒരു യൂസ് ആക്കാം. അല്ലെങ്കിൽ ഫുഡില്ലാണ്ട് നമ്മൾ ചാവുകയും. അപ്പോൾ
16 ലെവലുണ്ട്. കുറച്ച് നേരം മുമ്പ് ഞാൻ കുറേ ലെവലാക്കിയതാണ്. ഒരു സ്പോണർ ഇങ്ങനെ കണ്ടുപിടിച്ചാൽ ഞാനൊരു ലക്കിയസ്റ്റ് മാനാവുമേ വെച്ചിട്ടില്ല. കാരണം കുഴപ്പമില്ല എത്താലും ഉണ്ട്. പിന്നെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഷുഗർ കെയിൻ ഫാം ഉണ്ടാക്കാൻ നോക്കണം ഗൈസ്. പിന്നെ എൻ്റെ അടുത്ത് ഇപ്പോൾ ക്രേസി ബോയും ഉണ്ട്, ആർക്കെ ഗെയിമിങ്ങും ഉണ്ട് ഗൈസ്. രണ്ടാളും പൊട്ടന്മാരാണ് ഗൈസ്, ഭയങ്കര പൊട്ടന്മാർ. അപ്പോൾ അവർ രണ്ടാളും എൻ്റെ അടുത്തുണ്ട്. ഞാൻ വേണമെങ്കിൽ കൊടുക്കത്തൊന്നുമില്ല, ഞാൻ അവരടുത്ത് പൊട്ടന്മാരാണ്, ശരിക്കും പൊട്ടന്മാരാണ്. ഇപ്പം നമ്മളെ കൂടെ ഇല്ലാത്ത ടോക്സിക് ഗെയിമിംഗ് ആണ്. കുറച്ച് തന്നെ അവനും വരും. അതിൽ അടുത്ത എപ്പിസോഡ് നമുക്കൊരു ഷുഗർ കെയിൻ ഫാം ഉണ്ടാക്കാൻ പറ്റാൻ നോക്കാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ കുറച്ച് ഇട്ടേക്കാം, കിട്ടുമല്ലോ. എത്ര ചാർജ് ഉണ്ട് നോക്കട്ടെ. 87 ഡേയ്സ്. അപ്പം നമുക്ക് വേണമെങ്കിൽ കുറച്ചേരം കൂടി ഇതെടുക്കാം. പിന്നെ സർവർ തുടങ്ങാന്ന് പറഞ്ഞ്, പക്ഷേ ആർക്കേക്കും ക്രേസി ബോയ്ക്കും അതിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് കയറാൻ പറ്റിയിട്ടില്ല എന്നാണ് അവൻ പറയണത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ടോക്സിക്കും കുഴപ്പമില്ല, പക്ഷേ ഇവർ രണ്ടാളും ഇപ്പം ഇവർ പറയണത് പറ്റുമെന്നാണ്. എനിക്ക് പറഞ്ഞു ഓൻ്റെ ചാനൽ മാത്രമേ പറയുള്ളൂ. അത്രയ്ക്ക് നാണുള്ള ചെക്കനാ പോട്ടെ. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് അവരുടെ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. ആർക്കെ ഗെയിമിംഗ് ആൻഡ് ക്രേസി ബോയിൽ ഇപ്പോൾ വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല, പക്ഷേ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പിന്നെ ക്രേസി ബോയ് ഇന്നലാണ്ട് തുടങ്ങിയിട്ടുള്ളൂ, പക്ഷേ കുറേ ദിവസമായി പറയുന്നത് തുടങ്ങുന്നൊക്കെ. ഇന്നലാണ്ട് തുടങ്ങി. പിന്നെ ടോക്സിക് തുടങ്ങി, പക്ഷെ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ അല്ലേ. വീഡിയോ ഇട്ടില്ലെന്ന് തോന്നണേ. അപ്പോൾ നമുക്ക് ഇനി കുറച്ച് ദിവസം വേണമെങ്കിൽ വ്ളോഗൊക്കെ ഇടാം. വ്ളോഗ് ഇടണോ വേണ്ടെന്ന് നിങ്ങൾ പറയണം ഗൈസ്. ഇത്രയൊക്കെയുള്ള ഇന്നത്തെ എപ്പിസോഡ്. പിന്നെ നമ്മളെ മെഗാ സ്റ്റോറേജ് ഏരിയ ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സ്റ്റോറേജ് നമ്മൾ പകുതി കഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്പ്രൂസ് സ്ട്രിപ്പ് ചെയ്ത് വേണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ സ്പ്രൂസിൻ്റെ ഒരു ട്രീ ഫാം ഉണ്ടാക്കിയത്. പിന്നെ ബെഡ് മൈനിങ്ങിനൊക്കെ പോകുമ്പോൾ അതിനും അത് യൂസ് ആവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് വെച്ചേക്കണം. പിന്നെ ബോൺ മീലൊന്നുമില്ല. ഞാൻ രാത്രി കുറച്ച് നേരം അവിടെ നിൽക്കും. ക്രേസി ബോയ് എന്തോ കാണിക്കുന്നുണ്ട്, അതൊന്നും ഒതുങ്ങിയിരിക്കടാ അപ്പോൾ അത് ഞാൻ വേണമെങ്കിൽ കാണിച്ചില്ല. പക്ഷെ ഇനി അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് വരണം, രണ്ട് സ്ഥലത്തോട്ട് ഓടി പോയിട്ട് വയ്യാണ്ടായി. അയ്യോ, ഫുഡാണെങ്കിൽ ഇപ്പോൾ ദാഹിക്കണില്ല. ഇനി എന്താ ഓനെന്തോ പറയാതെ വെച്ചിട്ടുണ്ടായി. പിന്നെ പിന്നെ നമ്മൾ 20 സബ്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി റോഡ് ടു 30 സബ്സാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യണമെന്ന് ഞാൻ പറയൂല. വേണമെങ്കിൽ ഷെയർ ചെയ്തോ. അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ എപ്പിസോഡ്. എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ. ഇതെന്താ സെറ്റിങ്സൊക്കെ വരുന്നത്. അപ്പോൾ ടേക്ക് കെയർ.